ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തത്വമസി. അതിപൗരാണികമായ 4 ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, എന്ത് കാര്യവും ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ 1 കോടി തവണ ചെയ്തതിന് തുല്യമാണ്. ഇന്ന് നമുക്ക് ആ ക്ഷേത്രങ്ങളിലേക്ക് പോയി വരാം. ഓഫ് തെലങ്കാന എന്നറിയപ്പെടുന്ന സൂര്യപേട്ട് ഡിസ്ട്രിക്റ്റിലെ പിള്ളലമരി ഗ്രാമത്തിലാണ് ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹൈദരാബാദിൽ നിന്നും 153 കിലോമീറ്റർ അകലെയും സൂര്യപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 6:30-ക്കാണ് യാത്ര തിരിച്ചത്. ഇപ്പോൾ സമയം 9:30 ആകാറായി. ഇനി കുറച്ച് ദൂരവും കൂടെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് യരകേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗ രൂപമാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ 12-ാം 13-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കാകതീയ ശില്പകലയുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. ഇത്രയും അതിപൗരാണികമായതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഇതിനെ പ്രൊട്ടക്റ്റഡ് മൊനുമെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു വരികയാണ്. ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് നാഗരുടെ പ്രതിഷ്ഠയും അതിനോട് ചേർന്ന് ഒരു ധ്വജസ്തംഭവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിന് തെക്ക്, കിഴക്ക്, വടക്ക് എന്നീ ഭാഗങ്ങളിലായി 3 നടപ്പന്തലുകളും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പ്രധാന പ്രതിഷ്ഠയുള്ളത്. ക്ഷേത്രത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് നമുക്ക് കിഴക്ക് വശത്തുള്ള നടപ്പന്തലിലൂടെ മാത്രമേ അനുമതിയുള്ളൂ. നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മണ്ഡപത്തിലാണ്. ഇവിടുത്തെ മണ്ഡപം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ തൂണ്, ചുവറ് എല്ലാം തന്നെ ശരിക്കും സങ്കീർണമായതും അതിഗംഭീരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ്. ఇటు పక్కన సహస్రలింగం, ఇటు పక్కన రైట్ సైడ్ మానసాదేవి, ఎదురుగా యరకేశ్వర స్వామి ప్లస్ బ్రహ్మసూత్రం ఉన్న శివలింగం. మన తెలంగాణ, ఆంధ్రప్రదేశ్ 2 రాష్ట్రాల్లో కూడా ఇక్కడ లేవు బ్రహ్మసూత్రం ఉన్నటువంటి శివలింగాలు. తెలంగాణలో వచ్చేసి ఇక్కడ, ఆంధ్రప్రదేశ్ ద్రాక్షారామంలో మాత్రమే ఉన్నాయన్నమాట. പൂജാരി പറയുന്നതിനനുസരിച്ച് ഈ പ്രധാന വിഗ്രഹം എന്നത് യരകേശ്വര സ്വാമി വിഗ്രഹം, അതായത് ഇതിലാണ് ബ്രഹ്മസൂത്രമുള്ള ശിവലിംഗമാണിത്. ഇത് താഴെയായിട്ട് നമുക്ക് സഹസ്രലിംഗവും പിന്നെ റൈറ്റ് സൈഡിലായിട്ട് മാനസാദേവി, ഇങ്ങനെ 3 പ്രതിഷ്ഠകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഗർഭഗൃഹത്തിന്റെ പ്രധാന പ്രവേശന കവാടം എന്നത് ശരിക്കും ഒരു കൊത്തുപണികൾ അലങ്കൃതം തന്നെയാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രധാന പ്രവേശന കവാടവും പിന്നെ അകത്തൊരു കവാടവും ഉണ്ട്. അത് നമ്മൾ താരതമ്യേന നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഈ ഒരു 2 കവാടത്തിന്റെ ഇടയ്ക്കായിട്ടാണ് സഹസ്രലിംഗവും മാനസാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മസൂത്ര ശിവലിംഗമുള്ള ഏക ക്ഷേത്രമാണ് ഇത്. ആചാര്യന്മാർ അധ്യാപന സൗകര്യാർത്ഥം ഓർത്തുവെക്കാൻ വേണ്ടി വേദശാഖയോ വ്യാഖ്യാനങ്ങളോ ചെറുവാക്യങ്ങളിൽ ഒതുക്കിയതായിരുന്നു സൂത്രങ്ങൾ. അതിവിപുലമായ പഠന വിഷയങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പാകത്തിൽ സംഗ്രഹിച്ചു കാച്ചിക്കുറുക്കിയ ചുരുക്കെഴുത്തെന്നും പറയാം. ഉപനിഷത്തുകൾക്ക് ബാദരായണാചാര്യർ തയ്യാറാക്കിയ ചുരുക്കെഴുത്തായിരുന്നു ബ്രഹ്മസൂത്രം. ഒരു ശിവലിംഗത്തിന്റെ താഴത്തെ ഭാഗത്തെ ബ്രഹ്മഭാഗമെന്നും പാനവട്ടം വരുന്ന ഭാഗത്തെ വിഷ്ണുഭാഗമെന്നും ആ ലിംഗഭാഗത്തെ രുദ്രഭാഗമെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ബ്രഹ്മസൂത്രമുള്ള ഒരു ശിവലിംഗത്തെ നമ്മൾ കണ്ടു വണങ്ങുമ്പോൾ 3 കോടി ദേവതകളുടെ ദർശനം കിട്ടുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ఇప్పుడు ఇక్కడ నుంచి మనం ఇక్కడ వరకు ఏకశిల, ఒక్క నిమిషం సార్ మాట్లాడు ఇక్కడ మంచిగా. ఇక్కడ నుంచి ఇక్కడ వరకు ఏకశిల. ఏకశిలలోనే సప్తస్వరాలు వస్తాయి చూసుకోండి. ఈ గజ్జలు ఇవ్వండి. ఇక్కడ ఒక శబ్దం వస్తుంది, ఇక్కడ ఒక శబ్దం వస్తుంది కదా, ఇక్కడికి వచ్చేసరికి మళ్ళీ మారిపోతుంది.
మళ్ళీ ఇందులో మారుతుంది, మళ్ళీ ఇక్కడ మారుతుంది. ఇలాగా ఈ 4 పిల్లర్స్ కూడా మ్యూజికల్ పిల్లర్స్. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത കൽത്തൂണുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവയിൽ നമ്മൾ ഒരു കോയിൻ കൊണ്ട് മുട്ടിയാൽ സപ്തസ്വരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ശരിക്കും വൈദഗ്ധ്യം നിറഞ്ഞതും അതിസൂക്ഷ്മവുമായ കൊത്തുപണികൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലത്ത് പോലും നമുക്ക് ഇങ്ങനത്തെ കൊത്തുപണികൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉള്ളത്. ആധാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം മോക്ഷദന്തം യാദ്യർണമാമ്യം സർവമംഗള മാംഗല്യേ ശ്വേ സർവാർത്ഥസാധികേ രണ്യേത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ കാണുന്ന സഹസ്രലിംഗം എന്നത് 1116 ലിംഗങ്ങളാണ് ഈ ഒരു ശിവലിംഗത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാന പ്രതിഷ്ഠയായ ഇറകേശ്വര ശിവലിംഗം, അതായത് ബ്രഹ്മസൂത്രമുള്ള ഒരു ശിവലിംഗം, നമ്മൾ അതിസൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ ഒരു കാലത്ത് ഭൂകമ്പം വരികയും പിന്നീട് ഇവിടെ ഈ ഒരു ക്ഷേത്രം പണിയുകയും ഈ പ്രതിഷ്ഠ വരികയും പിൽക്കാലത്ത് ഭൂകമ്പം വരാതെ ഈ ഒരു ദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. നമ്മൾ ബ്രഹ്മസൂത്രമുള്ള ശിവലിംഗം ദർശനം തന്നെ അത്രയും പുണ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ഓം നമഃ ശിവായ എന്ന് പറയുകയാണെങ്കിൽ, ഒരു തവണ പറയുകയാണെങ്കിൽ അത് 1 കോടി തവണ പറയുന്നതിന് തുല്യവും, ഒരു കോയിൻ ദാനമായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് 1 കോടി രൂപ കൊടുത്തതിന് തുല്യവുമാണ്. അതായത് നമ്മൾ എന്ത് കാര്യവും ഒരു തവണ ചെയ്യുകയാണെങ്കിൽ അത് 1 കോടി തവണ ചെയ്തതിന് തുല്യമാണ്. അത്രയും പ്രാധാന്യമാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിവലിംഗത്തിന് മുൻപിലുള്ള നന്ദി ഇവിടെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിനു പകരം ഇവിടെ ഒരു മണ്ഡപമാണുള്ളത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിൽ ഇരിക്കുന്ന പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ശിവലിംഗത്തെ സൂക്ഷ്മലിംഗമായിട്ടും കൊത്തുപണികളാൽ ചെയ്തിരിക്കുന്ന ശിവലിംഗത്തെ സ്ഥൂലലിംഗങ്ങളായും, പുറത്ത് നമ്മൾ ധ്വജസ്തംഭത്തിന് അരികെ തേങ്ങ ഉടച്ചുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ധ്വജസ്തംഭത്തെ ഭദ്രലിംഗമായിട്ടുമാണ് കരുതപ്പെടുന്നത്. जय श्री राम, जय श्री राम, जय हनुमान, जय हनुमान. ക്ഷേത്ര ദർശനത്തിനായി ഒത്തിരി സ്കൂളുകളിൽ നിന്നും ഇന്ന് കുഞ്ഞുങ്ങൾ വന്നിരിക്കുകയാണ്. അവർ ആദ്യം മഹാദേവനെ സ്തുതിച്ചുകൊണ്ടും പിന്നീട് ഹനുമാൻ ചാലിസയാണ് പാടിയത്. ഹനുമാൻ ചാലിസ പാടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മൈക്ക് ഓഫ് ആയിപ്പോയി. അതവിടെ പൂജാരി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പാടിയിരുന്നാലും ഹനുമാൻ ചാലിസ എത്ര പാടിയിരുന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് മൈക്ക് ഓഫ് ആകും, കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ പാടിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, തെക്ക് വശത്തുള്ള ഒരു നടപ്പാതയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു പാത അവിടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓൺലി കിഴക്ക് വശത്തുള്ള നടപ്പാത മാത്രമാണ് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത്. കാകതീയ സമയത്തുണ്ടാക്കിയ രാമപ്പ ടെമ്പിൾ, കോട്ടഗുല്ല ക്ഷേത്രങ്ങളുടെ സാമ്യത തോന്നിക്കുന്ന ശൈലിയിലാണ് ഈ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. കാകതീയ രാജാക്കന്മാരുടെ ഭരണസമയത്ത് ഒരു പ്രധാന സിരാകേന്ദ്രം തന്നെയായിരുന്നു ഈ പ്രദേശം. ഈ പ്രദേശം മൂസി നദിയുടെ തീരത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രദേശം ഇറക്കാപുരം എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് പിള്ളലമരി എന്ന പേരായി മാറപ്പെടുകയാണ് ചെയ്തത്. അതായത് പണ്ടുകാലത്ത് ഇവിടെ ഒരു ആൽവൃക്ഷം ഉണ്ടാവുകയും അതിന്റെ വേരിൽ നിന്ന് ഒത്തിരി ആൽവൃക്ഷങ്ങൾ ഉണ്ടായി ഏകദേശം ഒരു 7 ഏക്കറോളം അത് വ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിള്ളലമരി, അതായത് മരി മീനിങ് എന്നത് ആൽവൃക്ഷം എന്നതാണ്. അതിൽ നിന്ന് ഉണ്ടായ കുഞ്ഞുങ്ങൾ എന്ന മീനിങ്ങിലാണ് പിള്ളലമരി എന്ന ഒരു
പേര് ഈ ഒരു പ്രദേശത്തിന് കിട്ടിയത്. കാകതീയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു കാമിറെഡ്ഡി. അദ്ദേഹത്തിന്റെ കുടുംബമാണ് റേച്ചല്ല കുടുംബം. അദ്ദേഹത്തിന്റെ മക്കളായ കാട്ടിറെഡ്ഡി, ബേത്തിറെഡ്ഡി, നാമിറെഡ്ഡി എന്നിവരായിരുന്നു ഈ പ്രദേശത്തിന്റെ പ്രധാന നാടുവാഴികൾ. ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യാനുള്ള പാതയും വളരെ വിശാലമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറായിട്ട് നമുക്കിവിടെ ഒരു സർപ്പപ്പുറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നാടുവാഴികളുടെ ഭരണസമയത്ത് പക്ഷികളുടെ സംസാരം അറിയാവുന്ന ഒരാൾ ഇവിടെ വേട്ടയ്ക്ക് വരികയും അയാൾ ചിത്തിരപക്ഷികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. ആ പക്ഷികൾ പറഞ്ഞത് ഇവിടെ ഒരു ഭൂകമ്പം വരുമെന്നും ആ ഭൂകമ്പത്തിൽ വൃക്ഷം കടപുഴകി വീഴുമെന്നും അതിന്റെ ചുവട്ടിൽ നിന്നും നിധി കിട്ടുമെന്നും ആയിരുന്നു. ആ വേട്ടക്കാരൻ ഈ ഒരു വാർത്ത നാടുവാഴികളെ അറിയിക്കുകയും അവർ വന്നു നോക്കുമ്പോൾ ഭൂകമ്പം നടന്നു കഴിഞ്ഞ് വൃക്ഷം കടപുഴകി വീഴുകയും അതിന്റെ ചുവട്ടിൽ നിന്ന് നിധി കിട്ടുകയാണ് ചെയ്തത്. ആ നിധി ഉപയോഗിച്ച് ബേത്തിറെഡ്ഡി 1208 ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഇറസാനമ്മ. അങ്ങനെ ഇറസാനമ്മയുടെ ഭഗവാൻ എന്ന മീനിങ്ങിലാണ് ഈ ക്ഷേത്രത്തിന് ഇറകേശ്വര ക്ഷേത്രം എന്ന പേര് നൽകിയിരിക്കുന്നത്. ശരിക്കും അതിസമ്പന്നമായ ഒരു ക്ഷേത്രമാണ് ഇത്. നമുക്ക് നന്ദിയെ നമുക്ക് അകത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിലെ നടപ്പന്തലുകളിൽ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ആനയുടെ രൂപം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കിഴക്ക്, തെക്ക്, വടക്ക് എന്നീ ഭാഗങ്ങളിലുള്ള നടപ്പന്തലുകളിലുള്ള ഈ ആനയുടെ ഈ ഒരു ശില്പം തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന് ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ നിലവിൽ അത് ഇല്ല. 14ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അലാവുദ്ദീൻ ഖിൽജി ഈ ക്ഷേത്രത്തെ കൊള്ളയടിക്കുകയും 1357 ഇവിടുത്തെ നാടുവാഴികളായ മുസ്നൂറി നായകേഴ്സ് ഇത് പുനർനിർമ്മാണം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കിണറാണ്. അത് ഇന്നത്തെ രീതിയിൽ ഇവർ ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു കിണറിനെ മുത്തിയാലമ്മ ബായി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന ശിലാശാസനമാണിത്. ഇതെന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശിലാശാസനമാണ്. ഇത് തെലുഗു ലാംഗ്വേജിലാണ് ഉള്ളത്. കാകതീയ രാജാക്കന്മാരായ പ്രതാപരുദ്ര I, ഗണപതി ദേവ എന്നീ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചും ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ചുമാണ് ഇതിൽ ഉള്ളത്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നാമേശ്വര സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പാർവതി മഹാദേവ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് ഇറകേശ്വര സ്വാമി സന്നിധിയിൽ നിന്നും 250 മീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനകത്തായിട്ട് 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതായത് ഈ നാമേശ്വര സ്വാമി ക്ഷേത്രത്തിന് തൊട്ട് വടക്കായി സമാന്തരമായി ഇനിയൊരു ക്ഷേത്രമുണ്ട്. അത് ത്രികൂടേശ്വര സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പ്രധാന പ്രതിഷ്ഠ എന്നത് ശിവലിംഗം തന്നെയാണ്. ഇറകേശ്വര സ്വാമി ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള അതിഗംഭീരവും അതിസങ്കീർണവുമായ കൊത്തുപണികൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ കൽത്തോണുകൾ തറയിൽ മുട്ടാതെ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന എങ്കിലും അത് അതിന്റെ മധ്യഭാഗം വന്ന് തറയിൽ മുട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് തന്നെ മുകൾ തട്ടും ഭംഗിയാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഇറകേശ്വര സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ആ ഒരു ഗോപുരം, പ്രവേശന കവാടത്തിന്റെ ആ ഒരു കൊത്തുപണിയും സെയിം ഇവിടെയും അതുപോലെ തന്നെയാണ്. പുറമേയും ഒരു പ്രവേശന കവാടമുണ്ട്, അകത്തും ഒരു പ്രവേശന കവാടമുണ്ട്. ഇത് പാർവതി മഹാദേവ സ്വാമി ക്ഷേത്രമായി കരുതുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലത്തെ പ്രധാന കല്യാണങ്ങളെല്ലാം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. അതിപൗരാണികമായ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതത്ര വ്യക്തമല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്
ദേവന്മാരും അസുരന്മാരും അമൃത് കടഞ്ഞെടുക്കുന്ന പാലാഴി മഥനത്തെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. 1202 ബേത്തിറെഡ്ഡിയുടെ ഇളയ സഹോദരനായ നാമിറെഡ്ഡി എന്ന നാടുവാഴിയാണ് ഈ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചത്. നാമിറെഡ്ഡിയുടെ ഭഗവാൻ എന്ന രീതിയിലാണ് നാമേശ്വര ക്ഷേത്രത്തിന് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. 2 ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഡബിൾസ് ടെമ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയും നമുക്ക് അതിസൂക്ഷ്മമായ കൊത്തുപണികൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ നാര് കടക്കുന്ന രീതിയിലുള്ള അത്രയും ചെറിയ ഗ്യാപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ആയിരത്തി 1926-27 കാലഘട്ടത്തിൽ പുരാവസ്തു ശാസ്ത്രജ്ഞനും ശിലാലേഖനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഗുലാം യാസ്ദനി എന്ന ശാസ്ത്രജ്ഞൻ ഇവിടെ പഠനം നടത്തുകയുണ്ടായി. അന്ന് അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ അനുസരിച്ച് ഈ ഗോപുരങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലും ഭാഗികമായി തകർന്ന അവസ്ഥയിലുമാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു പാട്ട് പുനർനിർമ്മാണം ചെയ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് നന്ദിയും ഉള്ളത്. ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന ധ്വജസ്തംഭം. ഈ കാണുന്ന ആ ഒരു കുടത്തിനകത്ത് ഇവർ വിളക്ക് വെച്ചിട്ട് മുകളിലേക്ക് വിടുന്ന ഒരു ആചാരമുണ്ട്. അത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ്. ഇത് ആകാശഗംഗ എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നാമേശ്വര സ്വാമി ക്ഷേത്രത്തിന് സമാന്തരമായി കാണപ്പെടുന്ന തൃക്കൂട്ടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇതെന്ന് പറയുന്നത് 3 ശ്രീകോവിലാണ് കാണുന്നത്. അതായത് തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ഭാഗങ്ങളിലായി 3 ശ്രീകോവിലും അതിനകത്തായിട്ട് ശിവലിംഗ പ്രതിഷ്ഠകളുമായാണ് കാണുന്നത്. അതായത് 3 ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ തൃക്കൂട്ടേശ്വര സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. മഹാദേവന് 3 തലയായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാര, ആ ഒരു 3 ഇതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ശിവലിംഗങ്ങളും. ഈ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതും നാമിറെഡ്ഡി തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കല്ലിലും ഇപ്പോൾ നമ്പേഴ്സ് ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അന്ന് നാമേശ്വര സ്വാമി ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു, ഈ ഒരു ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. ഇതിന്റെ റീസൺ ചോദിച്ചപ്പോൾ അടുത്ത കാലത്ത് മഴ വരുന്ന സമയത്ത് ഇവിടെ ചോർച്ച സ്റ്റാർട്ടായി. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതായത് ഇത് പൊളിച്ചു മാറ്റി വീണ്ടും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്പേഴ്സ് ഇട്ടെങ്കിലും ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം വന്നിട്ട് പോലും ഇവർക്ക് ഇത് പൊളിച്ച് മാറ്റി പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം അവർ ആ പ്രയത്നം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. തൃക്കൂട്ടേശ്വര സ്വാമി ക്ഷേത്ര സന്നിധിയിലുള്ള നന്ദിയാണിത്. ശരിക്കും ഒരു രാജകീയ പ്രൗഢിയിലുള്ള നന്ദിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2 ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് നമുക്ക് നന്ദി ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടത് കണ്ണുകൊണ്ട് ഒരു ശിവലിംഗത്തെയും വലത് കണ്ണുകൊണ്ട് 2 ശിവലിംഗത്തെയും കാണുന്ന രീതിയിലാണ് ഈ നന്ദി സ്ഥിതി ചെയ്യുന്നത്. അലങ്കാര പണികളും കൊത്തുപണികളും എല്ലാം രാജകീയ പ്രൗഢിയിൽ ഉള്ളതാണ്. ഇതിന്റെ കുളമ്പിന് പോലും നല്ലൊരു ഒറിജിനാലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ അലങ്കാരങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ നോട്ടും നല്ല രീതിയിലാണ് അവർ കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ നന്ദിയുടെ മുന്നിലും ശിവലിംഗത്തിന്റെ മുന്നിലുമായിട്ട് മണ്ഡപവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളുടെ നടുവിലായിട്ട് നമുക്കൊരു ശിലാശാസനം കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നാമിറെഡ്ഡിയുടെ വംശാവലിയാണ് ശിലാലിഖിതങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ 3 ക്ഷേത്രങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ 3 ക്ഷേത്രങ്ങളുടെയും പ്രധാന പ്രതിഷ്ഠ എന്നത് ശിവലിംഗങ്ങൾ ആണ്. ഈ 4ാമത് നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രം എന്നത് ചെനകേശവ ക്ഷേത്രമാണ്. ഇതിലെ പ്രധാന പ്രതിഷ്ഠ എന്നത് മഹാവിഷ്ണുവാണ്. ഈ ഒരു ക്ഷേത്രം നാമേശ്വര ക്ഷേത്രത്തിൽ നിന്നും 100 മീറ്റർ അകലെ തെക്കു പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുഗളരുടെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം മൊത്തത്തിൽ തകർച്ച ചെയ്യപ്പെടുകയും പിൽക്കാലത്ത് ഇത് പുനർനിർമ്മാണം ചെയ്യുകയാണ് ചെയ്തത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇന്ന് ഏകാദശിയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ദിവസവും ആചാരവും കൂടെയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11:30 സമയം. Thanks for watching this video. Stay tuned for the next one.